ഇന്ന് നല്ല ഒരു ചിക്കൻ മജ്ബൂസിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു 1.5 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്താൻ വയ്ക്കാം. അതിനുശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു മുറി സവോള കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് 2 പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോളയെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു തക്കാളി അരച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, മജ്ബൂസ് മസാല ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മജ്ബൂസ് മസാല എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉണങ്ങിയ ലെമൺ കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വേവിച്ചാൽ നമ്മുടെ ചിക്കനെല്ലാം നന്നായി വെന്ത് വരും. അതിന് ശേഷം നമുക്ക് ചിക്കനിൽ വേണ്ട മസാല തയ്യാറാക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ചിക്കൻ്റെ മസാല തേക്കാം. നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഡയർ മസാല ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മസാല എല്ലാം തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് മസാലയെല്ലാം നന്നായി ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് 2 സൈഡും നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. വെന്ത് വന്നിരിക്കുന്ന ചിക്കനാണ്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ 2 സൈഡും നന്നായി ഗ്രില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് റൈസിലോട്ട് വെച്ച് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് ഉണ്ടാക്കിയെടുക്കാം.